ഹലോ. അപ്പം ഇന്നലത്തെ ഗുജറാത്തിൻ്റെ ജയത്തോടു കൂടി എന്താ പറയുക, നമ്മുടെ IPL പ്ലേ ഓഫിലേക്കുള്ള ആ ഒരു റേസ് കൂടുതൽ സങ്കീർണ്ണമായിരിക്കുകയാണ്. അപ്പം ഇന്നലെ പഞ്ചാബാണ് ജയിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആക്ച്വലി പഞ്ചാബ് കുറച്ചുകൂടി പ്ലേ ഓഫിൻ്റെ ആ ഒരു ലെവലിലേക്ക് കുറച്ചുകൂടി സേഫർ സൈഡ് എന്ന രീതിയിലേക്ക് പോയിരുന്നേനെ. പക്ഷേ മറിച്ചാണ് സംഭവിച്ചത്. അതായത് ഇന്നലെ ഗില്ലിൻ്റെ നേതൃത്വത്തിലുള്ള ഗുജറാത്ത് ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഒരു പോയിന്റ് ടേബിൾ മുന്നിലുള്ള ആൾക്കാരും പിന്നുള്ള ആൾക്കാരുമായിട്ട് അത്രയ്ക്ക് ഒരു വ്യത്യാസമില്ലാണ്ട്, അതായത് ഇപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ പോയിന്റ് മുന്നിൽ നിൽക്കുന്ന ടീമുകളായിട്ട് തന്നെ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം അതോടൊപ്പം തന്നെ ആ ഒരു ജയത്തോടു കൂടി തന്നെ പിന്നിലുള്ള ഗുജറാത്ത് ടൈറ്റൻസിന് പിന്നിലുള്ള ഇവൻ CSK അങ്ങനെയുള്ള ടീമുകൾക്കൊക്കെ കൂടുതൽ ചാൻസസ് പ്ലേ ഓഫിലേക്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പം മുന്നോട്ടുള്ള കളികളുടെ അല്ലെങ്കിൽ എണ്ണം, നടക്കുന്ന ഹോം ഗ്രൗണ്ട്, അതൊക്കെ ഒരു ഫാക്ടർ വെച്ചിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ എങ്ങനെയാണ് എല്ലാ ടീമിനും ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നൊരു സിനാരിയോ എന്നുള്ള രീതിയിൽ. അപ്പം നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ഇപ്പം പ്ലേസ് ചെയ്തിരിക്കുന്നത് നിലവിൽ പഞ്ചാബ് കിങ്സ് ആണ് ഫസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് എനിക്ക് 5 കളികളിൽ നിന്ന് 2 കളിയെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 17 പോയിന്റാണ് ഈ 10 ടീമുകളുള്ള ഒരു IPL ഒരു സേഫർ പ്ലേസ് ആയിട്ട് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലെവലിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റും. പിന്നെ RCBക്ക് ആണെങ്കിലും നിലവിലുള്ള 5 കളികളിൽ നിന്ന് 2 കളി ജയിച്ചു കഴിഞ്ഞാൽ ഏകദേശം ക്വാളിഫൈഡ് ആയി എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഉള്ളത് SRHും രാജസ്ഥാൻ റോയൽസിനും. അപ്പം ഇവർക്കാണെങ്കിലും ഇനിയുള്ള 4 കളികളിൽ മിച്ചമുള്ള 4 കളികളിൽ നിന്ന് 2 കളി ജയിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ക്വാളിഫൈ രീതിയിലേക്ക് എത്താൻ പറ്റും. അപ്പം ഈ 2 ടീം സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനും ഏകദേശം ഒരു ക്വാളിഫൈ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസ് ഇവരുമായിട്ട് ഒരേ പോയിന്റിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പം ഗുജറാത്ത് ടൈറ്റൻസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നെഗറ്റീവ് റൺ റേറ്റ് ആണ് മെയിൻ പ്രശ്നം വരുന്നത്. അതേസമയം SRHന് രാജസ്ഥാൻ ഒരു പോസിറ്റീവ് റൺ റേറ്റ് ആണുള്ളത്. അപ്പം ഇതേ രീതിയിൽ തന്നെ പോയിന്റ്സ് ടൈ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ മുൻതൂക്കം വരുന്നത് ഒബ്വിയസ്ലി SRH തന്നെയായിരിക്കും, രാജസ്ഥാനെക്കാട്ടിലും ഗുജറാത്തിനെക്കാട്ടിലും. ഒന്ന് അവരുടെ ഒരു അറ്റാക്കിംഗ് രീതിയും പിന്നെ കുറച്ച് കളികൾ കൂടി അവരുടെ ഹോം ഗ്രൗണ്ടിൽ ബാക്കിയുണ്ട് എന്നുള്ള ഫാക്ടേഴ്സ് ഇത്രയും SRHന് ഒരു ഫേവറായിട്ട് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. പിന്നെ ഉള്ളത് നമ്മുടെ മിഡിലിൽ നിൽക്കുന്ന ടീം, അതായത് ഒന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ഇന്നലത്തെ കളിയോടുകൂടി അവരുടെ പ്ലേ ഓഫിലേക്കുള്ള റേസ് കൂടുതൽ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ 12 പോയിന്റായിട്ട് നിൽക്കുന്നവർക്ക് മൊത്തം 4 കളികളിൽ നിന്ന് 3 പോയിന്റ് മികച്ച റൺ റേറ്റോട് കൂടി ജയിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് തന്നെ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇനി 4 കളിയാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു ഉറപ്പായിട്ടുള്ള ക്വാളിഫൈങ് സെനാരിയിലേക്ക് തന്നെ മാറും. പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം അവർക്കും ഫേവറബിൾ ആയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഗുജറാത്തിന്റെ മാക്സിമം നല്ല പ്രകടനമൊക്കെ വന്നിരിക്കുന്ന അവരുടെ ഹോം ഗ്രൗണ്ടിലാണ്. ഗുജറാത്തിന്റെ ഹോം ഗ്രൗണ്ട് അഹമ്മദാബാദ്, അവിടെയാണ് നമ്മുടെ ഗില്ലിന്റെ ഒരു വിളയാട്ടോ അല്ലെങ്കിൽ ഗില്ലിന്റെ ഒരു താണ്ഡവം നടത്തുന്ന ഒരു ഗ്രൗണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട്. പുറത്ത് പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് അത്രയും ഫോമുകളൊന്നും ഇല്ല എന്നുള്ള റെക്കോർഡുകൾ വെച്ച് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ ഏറ്റവും ഫേവർ ആയിട്ടുള്ള ഗ്രൗണ്ട് തന്നെയാണ് അവർക്ക്. മാച്ചസ് 2 കളികൾ കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ആ 2 കളി 2 ജയിക്കുക, പിന്നെ ഏതെങ്കിലും ഒരു കളി ഒരു എവേ മാച്ചുകൾ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓൾമോസ്റ്റ് പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കും. വീണ്ടും അവരുടെ റൺ റേറ്റ് ആണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ സഞ്ജുവിന്റെ CSK ആണ്. CSK, DC, KKR ഇവരെല്ലാവരും തന്നെ ഓൾമോസ്റ്റ് ഒരേ രീതിയിലുള്ള ഒരു ഫെയ്റ്റ് ആണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർക്ക് സേഫ് ആയിട്ടൊരു പ്ലേസിൽ എത്തണമെന്നുണ്ടെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ള 5 കളികൾ, അതായത് 9 കളികളാണ് തോന്നുന്നു ഇവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇതുവരെ. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേന് ഏകദേശം 5 അല്ലെങ്കിൽ 6 കളികളിൽ ഇവർക്ക് മിച്ചമുണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് ഈ 5 അല്ലെങ്കിൽ 6 കളികളിൽ നിന്ന് മിനിമം ഒരു 4 ജയങ്ങളും വേണം ഇവർക്ക് ആ പിക്ചറിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ മിനിമം. അപ്പം അങ്ങനെ ഒരു സിനാരി ഇവരുടെ ഇപ്പോഴത്തെ ഒരു ഫോം വെച്ചിട്ട് തീരെ ടൈറ്റാണ്. ഒരു 4 കളിയൊക്കെ അടുപ്പിച്ച് ജയിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ KKR ഇതുവരെ ഇങ്ങനെ ഏറ്റവും എലിമിനേറ്റ് ആയിട്ടുള്ള സ്ഥിതിയിൽ നിന്ന് ഇപ്പോൾ അടുപ്പിച്ച് 3 കളി ജയിച്ച് ഒരു ഫോമിൽ നിൽക്കുവാണ്. അവരുടെ ബോളേഴ്സ് ആണെങ്കിലും വളരെ മികച്ച രീതിയിലാണ് ഇപ്പം തിരിച്ചു വന്നിരിക്കുന്ന. വരുൺ ചക്രവർത്തി, സുനിൽ നരൈനൊക്കെ വളരെ കൺട്രോൾഡ് ആയിട്ടാണ് ബോൾ ചെയ്യുന്നത്. ബാറ്റിംഗ് മാത്രമാണ് അവർക്കൊരു പ്രശ്നമായിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ചിലപ്പം അവർക്ക് കയറാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇവരുടെ എല്ലാം നല്ലൊരു ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ഒരു റൺ റേറ്റ് ആണ്. അത്യാവശ്യം ഒരു അത്രയും തീരെ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റുന്ന റൺ റേറ്റിലല്ല ഇവരുള്ളത്. പിന്നെ LSGയും MI ഓൾമോസ്റ്റ് വെർച്വലി ഔട്ടാണ്. അവർക്ക് യാതൊരു ചാൻസും ഞാൻ കാണുന്നില്ല നിലവിൽ. LSGക്ക് ആണെങ്കിൽ മിനിമം എനിക്ക് തോന്നുന്ന 6 കളികളിൽ മിച്ചമുള്ള 6 കളികളിൽ 6 കളിയും ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പ്ലേ ഓഫിന്റെ പരിസരത്തൊക്കെ എത്താൻ പറ്റും. പക്ഷേ അവരുടെ ഒരു ഫോമും നിലവിലുള്ള ഫോമും കളിക്കാരുടെ ഒരു പ്രകടനങ്ങളൊക്കെ വെച്ചിട്ട് ഒരിക്കലും നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. അപ്പം എൻ്റെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ടോപ്പ് 4ൽ വരുന്ന ഒരു ടീംസ് എന്ന് പറയുന്നത് പഞ്ചാബ്, പിന്നെ RCB, ഇവർ രണ്ടുപേരും 1-2 ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്യും. മൂന്നാമത് വരാൻ പോകുന്നത് ഒന്നെങ്കിൽ SRH ആയിരിക്കും. നാലാമത് ഒന്നെങ്കിൽ GT, അല്ലെങ്കിൽ RR, അല്ലെങ്കിൽ CSK. ഈ ഒരു 3 ടീമിനാണ് ഞാനിപ്പം 4th പൊസിഷൻ കൊടുക്കുന്നത്. അപ്പം എൻ്റെ ഒരു പ്രഡിക്ഷനിൽ എന്തായാലും ടോപ്പിൽ ഫിനിഷ് ചെയ്യാൻ പോകുന്ന ടീമുകൾ പഞ്ചാബും രാജസ്ഥാനും തന്നെയായിരിക്കും. അപ്പം IPL എന്തായാലും ഇനിയുള്ള മത്സരങ്ങൾ നിർണായകമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്വാളിഫിക്കേഷൻ വരാൻ പോകുന്നതെന്നുള്ളതും ആരൊക്കെ പ്ലേ ഓഫ് കളിക്കും എന്നുള്ളതും. കൂടുതൽ വീഡിയോയ്ക്കായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്